ലോകക്രമത്തിനകത്ത് പോലും ഈ ട്രംപ് ഇന്ത്യക്കെതിരെ ഒരു താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അത് ലോകക്രമത്തേക്ക് തന്നെ മാറ്റി. ബാക്കിയുള്ളവർക്കെല്ലാം താരിഫ് വന്നല്ലോ, ആദ്യത്തെ താരിഫ് അല്ലെങ്കിൽ അപ്പം ആൾക്കാർക്കൊരു പ്രശ്നം വന്നപ്പോൾ പുള്ളി പിൻവലിക്കുന്നു, പിന്നെ രണ്ടാമത്തെ താരിഫ് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ സഖ്യരാജ്യങ്ങൾക്ക് കൊടുക്കുന്നു, ജപ്പാന് കൊടുക്കുന്നു, ചൈനയ്ക്ക് കൊടുക്കുന്നു. ഇന്ത്യക്ക് കൊടുത്തപ്പോൾ ഇന്ത്യ പറഞ്ഞ് ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇന്ത്യ താരിഫ് ഇങ്ങോട്ട് തരുന്നതനുസരിച്ച് താരിഫ് എന്തുകൊണ്ട് താരിഫ് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നതുകൊണ്ട് താരിഫ് ഇന്ന കാര്യം ആ കാര്യങ്ങൾ മൊത്തം കൂടുതൽ വലുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഭീഷണികൾ നമ്മൾ അവരുടെ ഭീഷണിയെ നമ്മൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നിന്നപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഈ പ്രശ്നം പോലെ ഇന്ത്യ പറയുന്നില്ലേ ശരി, ഇന്ത്യക്ക് നട്ടലുണ്ടല്ലോ, എന്താ നിന്നാൽ തിരിഞ്ഞാൽ. അപ്പോഴത്തേന് RIC ബലപ്പെട്ടു, ബ്രിക്സ് ബലപ്പെട്ടു. നമ്മൾ അവിടെ നിൽപ്പിനകത്ത് അതേപോലെ നിന്ന് കഴിഞ്ഞപ്പം അമേരിക്കയ്ക്കകത്ത് അല്ലെങ്കിൽ അമേരിക്ക ഒന്നും കാണിക്കാനില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇന്ത്യ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞില്ലേ. അതിനുശേഷം ഈ താരിഫിനകത്തുള്ള വെല്ലുവിളിയെ അതിജീവിക്കാൻ ഇന്ത്യ മഹാരാജ്യം എന്താണെന്ന് കാണിക്കാൻ മോദി കാണിച്ചൊരു പണിയറിയോ? ഇന്ത്യ എന്തുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പ്രജയെ ആദ്യം ചോദിച്ചല്ലോ. ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയെ പോലുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമാണ് ഇന്ത്യ. ലോകത്ത് എന്ത് സാധനം ഇവിടെ കൊണ്ടുവന്നാലും വിൽക്കാൻ പറ്റും. ലോകത്ത് എന്ത് സാധനം ഇവിടെ ഇറക്കിയാലും അത് വാങ്ങാൻ പ്രാപ്തമായിട്ടുള്ള വാങ്ങൽ ശേഷിയുള്ള ആളുണ്ട്, കാണിച്ചു കൊടുത്തു. നമ്മൾ അവിടെ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടെ GST അങ്ങോട്ട് കുറച്ചു. ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് അവൻ്റെ വാങ്ങൽ ശേഷി മോദി കഴിഞ്ഞ പ്രാവശ്യം ദീപാവലിക്കും അതിന് മുമ്പുള്ള നമ്മുടെ ദസറയ്ക്കും ഇവിടെ നടന്ന കച്ചവടം ലോക മാധ്യമങ്ങളാണ് എഴുതിയത്. എന്തോ കച്ചവടം അതാണ് ഏറ്റവും അവസാന പാദം. ട്രംപ് നമ്മളെ പണിയും അല്ലെങ്കിൽ നമ്മുടെ GDP ഗ്രോത്തിനെ ഇല്ലായ്മയും ഞങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി തകർക്കുമെന്ന് പറഞ്ഞെടുത്ത് കയറ്റുമതി ഇറക്കുമതി അമേരിക്കയിലേക്കുള്ളത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 2%, അത് നേരത്തെ $8 ബില്യൺ $6 ബില്യൺ, അതിനപ്പുറം അവിടത്തേക്കുള്ളത് കുറഞ്ഞെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ടെത്തി. വസ്ത്രത്തിൻ്റെ വിപണി കണ്ടെത്തി, ജ്വൽസിൻ്റെ വിപണി കണ്ടെത്തി, മറ്റ് ഈ നമ്മുടെ മത്സ്യം കയറ്റുമതിയാണെന്നല്ലോ ഏറ്റവും ചെമ്മീൻ കയറ്റുമതി, അതിനും കണ്ടെത്തി. ഇവിടെ ഇന്ത്യക്കകത്ത് ഇവിടെ ആരും എടുത്തില്ലെങ്കിലും ആരും കൊണ്ടുപോയില്ലെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള സംഭവം.